നമ്മളറിയാണ്ട് നമ്മളെ ഫോൺ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ അല്ലെങ്കിൽ ആരെങ്കിലും കട്ടുകൊണ്ട് പോയാൽ ഓപ്പൺ ചെയ്യാൻ നോക്കിയാൽ ഓലെ ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തരും. അങ്ങനത്തെ ഒരു സംഭവം. ഇപ്പം സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിലും ഫോൺ ഓപ്പൺ ചെയ്യല്ലോ. അതായത് നമ്മളെ ഫോണിന് ഒരു പാസ്വേഡ് ഉണ്ടാവും, ഒരു സ്ക്രീൻ ലോക്ക് ഉണ്ടാവും. ഈ സ്ക്രീൻ ലോക്ക് നമ്മൾ എത്ര പ്രാവശ്യം, ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അവർ റോങ് ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഫോട്ടോ അന്നേരം എടുക്കും, നമ്മളെ മെയിലിലേക്ക് സെൻഡ് ചെയ്ത് തരും. അതിന് പറ്റിയൊരു സംഭവമാണിത്. നമ്മളെ ഫോൺ സേഫ് ആയിട്ടിരിക്കാന്, മറ്റാരും എടുക്കാണ്ടിരിക്കാന്, അവരെ ഫോട്ടോ മാത്രമല്ല അവരെവിടെയാണെന്നുള്ള ലൊക്കേഷനും കൂടി നമുക്ക് സെൻഡ് ചെയ്ത് തരും. എങ്ങനെ ഇത്? അതിന് ലോക്ക് വാച്ച് എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിലെന്താ ചെയ്യേണ്ടത്? ഇത് സെറ്റ് ചെയ്യണമല്ലോ. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കുക. ലോക്ക് വാച്ച് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് വരിക. ഇവിടെ സെൻഡ് അലർട്ട് ഇമെയിൽ എന്നുള്ള ഇതൊന്ന് ഓൺ ആക്കി കൊടുക്കുക. ഓൺ ആക്കുന്നതിന് ഒരു പെർമിഷൻ കൊടുക്കണം. ഡിവൈസ് അഡ്മിൻ പെർമിഷനാണ് കൊടുക്കേണ്ടത്. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. സംഭവം ഓക്കെ ആയി. ഇനി ഇവിടെ നമ്പർ ഓഫ് അൺലോക്ക് അറ്റംപ്റ്റ് എന്നുള്ള ഇതിൽ എത്ര പ്രാവശ്യം റോങ് ആയിട്ട് എൻ്റർ ചെയ്യുന്നവരാണ് ഫോട്ടോയും ലൊക്കേഷനും നമ്മളെ മെയിലിലേക്ക് അയക്കേണ്ടി എന്നുള്ള അതാണ്. 1 or 2 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ജസ്റ്റ് 1 ആണുള്ളത്. ഞാൻ അങ്ങനെ തന്നെ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യാന്ന്. അത് മാത്രമല്ല കേട്ടോ, നമ്മളിലൊരു ഇമെയിൽ കൊടുക്കുകയും വേണേ. ഇത് ഓൺ ചെയ്യുന്ന നേരം ഒരു ഇമെയിൽ, ഞാൻ ഓൾറെഡി ഇമെയിൽ കൊടുത്തുകൊണ്ടാണ് അത് കാണിക്കാത്തത്. നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്യുന്ന നേരം ഒരു ഇമെയിൽ കൊടുക്കാൻ പറയും. ആ ഇമെയിലും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ഫോണിലുള്ള ഇമെയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളൊന്ന് അൺലോക്ക് ചെയ്ത് വെക്കുക. റോങ് ആയിട്ട് ലോക്ക് ചെയ്ത് ഇതിൻ്റെ പാസ്വേഡ് തെറ്റായിട്ട് ഞാൻ അടിച്ചു നോക്കട്ടെ. അതുമല്ല 2 പ്രാവശ്യം ഞാൻ അടിച്ച്, ഒരു അറ്റംപ്റ്റാണ് ഞാൻ വെച്ചത്. ഇനി നമുക്കിത് തുറന്നിട്ട് മെയിലിലേക്ക് വന്നിക്കൊന്നൊന്ന് നോക്കാമല്ലോ. അതിന് ഞാൻ കൊടുത്ത മെയിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. വന്നല്ലോ വനമാല ലോക്ക് വാച്ച് അലർട്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മളെ ഫോണ് ആരെങ്കിലും എടുത്തു കൊണ്ടുപോയതാണെങ്കിൽ ആ നഷ്ടപ്പെട്ട ഫോണിൽ ഏത് ഇമെയിലാണോ ഉള്ളത് ആ ഇമെയിൽ നമ്മൾ മറ്റൊരു ഡിവൈസിൽ ഓപ്പൺ ചെയ്താൽ ഈ മെയിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. എൻ്റെ ഫോട്ടോ സെൽഫി ഫോട്ടോ എടുത്തേക്ക് വ്യൂ മാപ്പ് എന്നുള്ളത് കൂടെ ആ ലൊക്കേഷനും നമുക്ക് എവിടെയാ ഫോണിൽ ആരാ എടുത്തിട്ടുണ്ടോ എന്നുള്ള അറിയാനുള്ള ലൊക്കേഷനും അതുകൂടാണ്ട് അവരെ ഫുൾ ഡീറ്റെയിലും. സംഭവം പൊളിയല്ലേ? നമ്മളെ ഫോൺ ആരും എടുത്ത് തുറന്നു നോക്കുമെന്ന് പേടിക്കേണ്ട. ആരെങ്കിലും അറിയാണ്ട് നമ്മൾ വെച്ചെടുത്ത് മറ്റേ എടുത്ത് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ, തുറക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആരാ തുറക്കാൻ നോക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ചില ചങ്ങായിമാർക്കൊക്കെ ഉണ്ടല്ലോ ഒരു പരിപാടി, നമ്മൾ ഫോണിടെ വെക്കുന്ന നേരം വെറുതെ എടുത്ത് തുറന്നു നോക്കിയെന്ന് ഞാൻ നോക്കല്. പാസ്വേഡ് വിളിക്കാൻ അറിഞ്ഞൂടാലോ, അങ്ങനത്തെ ചോദിക്കാമല്ലോ ഇനി എന്തിനാണ് എൻ്റെ ഫോൺ എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് മാണ്ടാന്ന് തോന്നിക്കേണ്ടത് എന്ത് ചെയ്യണോ? ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. താഴെ ഭാഗത്ത് ടച്ച് ഹെയർ ടു ഡീആക്ടിവേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ടച്ച് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഡീആക്ടിവേറ്റ് ആയി. എന്നിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കളയുക. സംഭവം എന്തായാലും ഉപകാരമുള്ളതാണ്. ആവശ്യക്കാർ ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.